പഠിക്കാൻ വിട്ടാ പഠിച്ചോളൂ. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, നമ്മൾ ജീവിക്കേണ്ട സമയത്ത് ജീവിക്കണം, അതാണ് ഞാൻ പറയാനുള്ളത്. അതല്ലാതെ ആ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചാലേ ഇപ്പൊ ആർക്ക് നഷ്ടം? അമ്മയ്ക്കും വീട്ടുകാർക്കും. ഇത്രയും കഷ്ടപ്പെട്ട് പൊന്നുപോലെ വളർത്തിയിട്ട് ഒരു ചിന്തയില്ലാതെ ഒരുത്തനോട് ഇറങ്ങി പോകും. ജോലിയൊക്കെ മേടിച്ചാലോ? അവനോ ഇത്ര ഉള്ളടി, ഇത് മാത്രമാണ് ചിന്തിക്കേണ്ടത്. സ്വന്തമായിട്ട് കാര്യം നോക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവുക. പഠിച്ചൊരു ജോലി മേടിക്കുക, സ്വന്തമായിട്ട് സമ്പാദിക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക, അതാണ് വേണ്ടത് കുട്ടികൾ. അതല്ലാതെ ഇതിനു മുമ്പ് എടുത്ത് അടിയിൽ പോയാൽ ജീവിതം കയ്യിൽ നിന്ന് പോകും. ജീവിക്കണ ഉദാഹരണമല്ലേ ഞാൻ. എനിക്ക് എന്തിനു വേണമെങ്കിലും ഒന്നില്ലെങ്കിൽ നിന്റെ മുമ്പിൽ കൈ നീട്ടണം, അല്ലെങ്കിൽ ക്ലീറ്റോന്റെ മുമ്പിൽ കൈ നീട്ടണം. ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിലാ. അപ്പൊ പിന്നെ ഞാനും അങ്ങനെയൊക്കെ തന്നെയല്ലേ, എനിക്ക് എപ്പോഴും കൈ നീട്ടണം. അതെ, നമ്മൾ സ്വന്തമായിട്ടൊരു നിലപാട് നമുക്ക് ഉണ്ടാവണം. നമ്മൾ അത് മാത്രം ബോൾഡ് ആയിരിക്കണം നമ്മളല്ലേ. ഒരു ജോലി കിട്ടിയിട്ടൊക്കെ പെമ്പിള്ളേരെ കെട്ടിക്കണേ നല്ലത്. ഇവിടെ അങ്ങനെ കെട്ടിച്ചെന്ന് കേട്ടോ. അതിനു മുമ്പേ ചാടി പോവല്ലേ. എന്നാ ഈ പത്രത്തിലോ ഈ വാർത്തയിലോ വരുന്ന കാര്യങ്ങൾ കണ്ടിട്ട് തിരിച്ചറിവ് ഉണ്ടാവണ്ടേ? അതല്ലേ കുഴപ്പം. ഇതുങ്ങൾക്ക് അതൊന്നും വായിക്കേണ്ട. ഇതുങ്ങൾക്ക് മറ്റേ സിനിമയുടെ കാര്യവും സ്വർണത്തിന്റെ കാര്യവും അതൊക്കെ മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചുപോയ കാര്യങ്ങൾ. അതല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിവുണ്ടാവുന്ന കാര്യം ഇതൊന്നും വായിക്കാൻ കൂടി ഇല്ല. ഞാൻ ഇതൊക്കെ അറിയണത് അപ്പുറത്തെ ഫ്രിഡ്ജിലെങ്ങാനും നീ കഴിച്ചില്ലേടി? കഴിച്ചോ? വേനല്ല അതെ, അതൊക്കെ പോ. ഞങ്ങള് രണ്ടുപേരും പോവുക തിരിച്ച്. അതെ, ഈ വാട്സാപ്പ് നമ്പർ ഒന്ന് തരാമോ? അയ്യോ, എനിക്ക് ഫോണില്ല, അമ്മയുടെ ഫോണാണ് യൂസ് ചെയ്യണത്. അല്ല, തൽക്കാലം ആ നമ്പർ ആയാലും മതി. പുതിയ നമ്പർ എടുക്കുമ്പോൾ ആ നമ്പർ അതിലോട്ട് അയച്ചു തരാമല്ലോ. ഞങ്ങൾ ഈ വെബ് സീരീസ് ഒക്കെ എടുക്കുകയല്ലേ, അപ്പോൾ ലിങ്കൊക്കെ അതിലോട്ടൊന്ന് അയച്ചു തരാൻ വേണ്ടി. ഇല്ലടാ, വേറെ നമ്പർ പ്ലീസ് മുത്തേ, പത്രം ഇതാണ്, ഞാൻ വേറൊരു നമ്പർ തന്നത്. അയ്യോ, കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ആയാലും മതി. അല്ല, മാമ എന്തിനാണ്? അല്ല കേട്ടോ, ഒരു മിനിറ്റ്. മാമന്റെ നമ്പറേ ഒന്ന് വന്ന്. ഇവര് പോണെന്ന്. അപ്പൊ മാമന്റെ നമ്പർ വേണോന്ന്. പുതിയ വെബ് സീരീസ് ഒക്കെ എടുക്കുമ്പോ അതിന്റെ ലിങ്ക് ഒക്കെ അയക്കാനേ. അല്ല, ലിങ്ക് അയച്ചുതരാം. ആർക്കാ വേണ്ടേ? അല്ല, ഇവന് എഴുതിക്കോ. 9496 325230. അതൊക്കെ പറയട്ടോ. 325230. എന്തെങ്കിലും എനിക്ക് അയച്ചാൽ മതി. ഓക്കെ സാർ, പോട്ടെ സാർ. ശരി ചേട്ടാ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഓ ചേട്ടാ പോട്ടെ. എന്റെ മാമി, ഇന്നലെ നിങ്ങൾ എല്ലാരും കൂടെ ഐസ്ക്രീം നമ്മൾ കഴിച്ചോണ്ടിരുന്നപ്പോ മാമൻ കൊറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ? എപ്പോഴാ? ഇന്നലെ വൈകുന്നേരം. അതെല്ലാം എൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയാന്ന് എനിക്കപ്പോൾ നന്നായിട്ട് അറിയായിരുന്നു. ഞാൻ വലിയ റിയാക്ഷൻ ഒന്നും കൊടുക്കാത്തതാണ്, മനഃപൂർവ്വം അറിയാത്ത പോലെ ഇരുന്നത്. നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ നല്ലോണം പഠിച്ച് ഒരു വീട് വെച്ച് ഒരു കാറ് വെച്ച് എൻ്റെ അമ്മയും ഡാഡിയൊക്കെ സൂപ്പറായിട്ട് മാമനെ മാമിയൊക്കെ നോക്കിയിട്ടേ കല്യാണം കഴിക്കണുള്ളൂ. എങ്ങനെയുണ്ട്? പോരെ? എങ്ങനെയുണ്ട് മാമന്റെ മുത്ത്?